ആഹാ, ഫുൾ നെഗറ്റീവായ രണ്ടെണ്ണം ദേ വരുന്നുണ്ട്. എന്താ ശേഖരേട്ടത്? അവര് ശ്രദ്ധിക്കും. തന്നെയല്ല, നമ്മൾ അവരെക്കാളും താഴ്ന്നു പോവും. പ്രവൃത്തി കാണുമ്പോ എങ്ങനെ പറയാതിരിക്കുക യാമിനി? എന്താ ശേഖര, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എനിക്കൊന്നും പറയാനില്ലല്ലോ ചേച്ചി. അതല്ല, ഞങ്ങളെ കണ്ടപ്പോഴേ നീ നിന്റെ ഭാര്യയോട് രഹസ്യം പറയുന്നത് കേട്ടു. യാമി എന്റെ ഭാര്യയില്ലേ? ഇവളോടല്ലാതെ ഞാൻ മറ്റാരോട് രഹസ്യം പറയും ചേച്ചി? നീ കളിയാക്ക? അയ്യോ, ഒരിക്കലല്ലേ ചേച്ചി. ചേച്ചി തെറ്റിദ്ധരിച്ചതാ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാ നീയും ഞാനും. അത് നീ മറക്കണ്ട. രാജു, രാജു, ദാ പ്രസാദം. വന്ന് വന്ന് പെണ്ണിനെ ഇപ്പൊ യാതൊരു അടക്കോ ഒതുക്കോ ഒന്നുമില്ല. വീട്ടിനകത്ത് പരസ്യമായിട്ട് എന്തും ചെയ്യാനായോ? ആര് ചോദിക്കാൻ, ആരെ അനുസരിക്കാൻ? അതിന് ഋതുമോളെ എന്ത് അനുസരണക്കേട് കാണിച്ചു ചേച്ചി പറയുന്നേ? നീ കണ്ടില്ലേ? കണ്ടല്ലോ. രാജുവിന് നെറ്റി മോള് ഇത്തിരി പ്രസാദം ഇട്ട് കൊടുത്തു. അതാണോ ഇത്ര വലിയ തെറ്റ്? എടാ ശേഖര, കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാര് പോലും ചെയ്യില്ല ഇതൊക്കെ പരസ്യമായിട്ട്. അതായിരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ചേച്ചിയുടെ മകൻ ഒരു കൊച്ചിന്റെ അച്ഛനായത്. ശേഖര, എന്താ പ്രശ്നം? ഞാൻ രാജുവിന്റെ നെറ്റിയില് പ്രസാദം ഇട്ടു കൊടുത്തു. അത് അമ്മയെ എന്നെ വഴക്ക് പറയുന്നത്. അല്ലമ്മേ, ഞാൻ... നിർത്ത്. വിശദീകരണമൊന്നും വേണ്ട. നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുന്നതിന് വരെ കുറ്റം കണ്ടുപിടിക്കുന്നവരെ മനസ്സിന് രോഗമുള്ളവരാ. പോയി ചികിത്സിക്കണം. പിന്നെ ഋതുമോള് എന്റെ മകളുടെ മകളാ. അവളുടെ മേലെ അധിക ഇടപെടലുകളൊന്നും വേണ്ട. ഇടപെട്ട എന്നെ അറിയാലോ അമ്പികയ്ക്ക്. പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഓർമ്മിപ്പിച്ച സരസ്വതി പതുക്കെ തുടങ്ങും. അതെ, ചിലർക്കൊന്നും നല്ലതാവില്ല, പറഞ്ഞേക്കാം. അകലേ നോവിനാലേ